നമസ്കാരം. ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ രൂപേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നവംബർ ഡിസംബർ മാസങ്ങളിൽ. തിരുവനന്തപുരത്തെ കൗൺസിലറുടെ മരണം. നേതൃത്വത്തിനെതിരെ BJPക്കുള്ളിലെ രൂക്ഷ വിമർശനങ്ങൾ പരസ്യമാകുന്നു. പലസ്തീൻ ഐക്യദാർഢ്യവുമായി ത്രിദിന മാധ്യമോത്സവം. ബിന്ദു പത്മനാഭൻ കൊലക്കേസ്. സെബാസ്റ്റ്യന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നവംബർ ഡിസംബർ മാസങ്ങളിൽ. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഭരണസമിതികളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നവംബർ ഡിസംബർ മാസങ്ങളിലായി നടത്തുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. പ്രക്രിയകൾ ഡിസംബർ 20 മുമ്പ് പൂർത്തിയാക്കും. തയ്യാറെടുപ്പുകൾ പൂർത്തിയായതായും വോട്ടർ പട്ടിക ഒരു തവണ കൂടി പുതുക്കുമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഷാജഹാൻ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് ഹരിത ചട്ടം പാലിച്ച് നടത്തുമെന്നത് ഉറപ്പാക്കാൻ നിരീക്ഷണ സമിതികൾ മേൽനോട്ടം വഹിക്കും. ശുചിത്വ മിഷൻ, ക്ലീൻ കേരള, ഹരിത കർമ്മസേന, കുടുംബശ്രീ എന്നിവ തദ്ദേശ വകുപ്പുമായി ചേർന്ന് ഇതിനായി പ്രവർത്തിക്കും. തിരുവനന്തപുരത്തെ കൗൺസിലറുടെ മരണം. നേതൃത്വത്തിനെതിരെ BJPക്കുള്ളിലെ രൂക്ഷ വിമർശനങ്ങൾ പരസ്യമാകുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലറുടെ മരണത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ശക്തമാകുന്നു. CPIM-നെയും പോലീസിനെയും പ്രതിക്കൂട്ടിലാക്കിയുള്ള നേതൃത്വത്തിന്റെ നിലപാടിൽ പാർട്ടിക്കുള്ളിലെ അതൃപ്തി പരസ്യമാക്കിക്കൊണ്ട് വലിയവിള വാർഡ് കൗൺസിലറുടെ ഭർത്താവ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാതെ ഭൗതിക ശരീരത്തിന് മുന്നിൽ വന്നു നിന്ന് കരയാൻ ഉളുപ്പില്ലാത്തവരുമുണ്ടെന്നാണ് പോസ്റ്റിൽ പറയുന്നത്. കാശിനു വേണ്ടി മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ടവരെ തിരിച്ചറിയണമെന്നും പോസ്റ്റിൽ പരാമർശമുണ്ട്. ഇതിനിടെ ജീവനൊടുക്കിയ കൗൺസിലർ അനിൽകുമാർ പ്രസിഡന്റായ സഹകരണ സംഘത്തിൽ കോടികളുടെ ക്രമക്കേട് നടന്നതായി 2 മാസം മുമ്പ് കണ്ടെത്തിയിരുന്നതായ വിവരം പുറത്തുവന്നു. അനുമതിയില്ലാതെ പൊതുഫണ്ട് നഷ്ടപ്പെടുത്തിയതിലൂടെ 12 ലക്ഷത്തിന്റെ ക്രമക്കേട് നടന്നതായാണ് അന്വേഷണത്തിലെ കണ്ടെത്തലെന്നാണ് വിവരം. ഈ വിവരങ്ങൾ പുറത്തു വന്നതോടെ മരണപ്പെട്ട കൗൺസിലർ വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നതായാണ് പറയുന്നത്. പലസ്തീൻ ഐക്യദാർഢ്യവുമായി ത്രിദിന മാധ്യമോത്സവം. കേരള മീഡിയ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനവും ത്രിദിന മാധ്യമോത്സവവും തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കും. ഇന്ത്യയിലെ പലസ്തീൻ അംബാസഡർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇന്റർനാഷണൽ മീഡിയ ഫെസ്റ്റിവൽ ഓഫ് കേരള എന്ന് പേരിട്ട ത്രിദിന മാധ്യമോത്സവം 30-ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പും കേരള പത്രപ്രവർത്തക യൂണിയനും ചേർന്നാണ് പരിപാടി മീഡിയ അക്കാദമി സംഘടിപ്പിക്കുന്നത്. ആഫ്രിക്കൻ മാധ്യമ പ്രവർത്തക മറിയം ഔട്ട്റഗോ, ദേശീയ മാധ്യമരംഗത്തെ പ്രശസ്തരായ കരൺ താപ്പർ, രാജ്ദീപ് സർദേശായി, രവീഷ് കുമാർ എന്നിവർ അക്കാദമി സമ്മാനിക്കുന്ന അവാർഡുകൾ ഏറ്റുവാങ്ങും. മീഡിയ ഫോർ ട്രൂത്ത്, മീഡിയ ഫോർ പീസ് എന്ന മുദ്രാവാക്യം ഉയർത്തി സംഘടിപ്പിക്കുന്ന ത്രിദിന മാധ്യമോത്സവത്തിൽ ഗാസയിലെ മാധ്യമ രക്തസാക്ഷികൾക്ക് ആദരമർപ്പിക്കുന്ന സംഗമവും ചിത്രപ്രദർശനവും, റിയൽ കേരള സ്റ്റോറി അനാവരണം ചെയ്യുന്ന ഫോട്ടോ പ്രദർശനവും പ്രത്യേക സെഷനും ക്യൂസ് പ്രസ് എന്ന പരിപാടിയുമാണ് കാര്യപരിപാടികളിൽ ഉണ്ടാവുകയെന്ന് മീഡിയ അക്കാദമി അറിയിച്ചു. ബിന്ദു പത്മനാഭൻ കൊലക്കേസ്. സെബാസ്റ്റ്യന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ആലപ്പുഴ ചേർത്തല ബിന്ദു പത്മനാഭൻ കൊലക്കേസിൽ പ്രതി സെബാസ്റ്റ്യന്റെ അറസ്റ്റ് ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി. ജൈനമ്മ കൊലക്കേസിൽ റിമാൻഡിലാണ് സെബാസ്റ്റ്യൻ. 2006-ൽ ബിന്ദു പത്മനാഭനെ പള്ളിപ്പുറത്തെ വീട്ടിൽ വെച്ച് സുഹൃത്ത് ഫ്രാങ്ക്ലിനുമായി ചേർന്ന് സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയതായി അയൽവാസിയുടെ ശബ്ദ സന്ദേശമാണ് സെബാസ്റ്റ്യന് കുരുക്കായത്. സെബാസ്റ്റ്യന്റെ കൂട്ടുകാരൻ സോഡ പൊന്നപ്പൻ പറഞ്ഞ വിവരങ്ങളാണ് അയൽവാസിയായ സ്ത്രീയുടെ ശബ്ദ സന്ദേശത്തിലുള്ളത്. സ്വത്ത് തട്ടിയെടുക്കാൻ ലക്ഷ്യമിട്ട ബിന്ദുവിനെ മദ്യവും മയക്കുമരുന്ന് നൽകി കൂട്ടിക്കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയെന്ന വിവരമാണ് ശബ്ദരേഖയിലുള്ളത്. ഇത് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. ബീഫ് കടത്തിയെന്ന് ആരോപിച്ച് ലോറിക്ക് തീവെച്ചു. ഡ്രൈവറെ മർദ്ദിച്ച വശനാക്കി. ബീഫ് കടത്തിയതായി ആരോപിച്ച് കർണാടകത്തിൽ ഒരു സംഘം ലോറി അഗ്നിക്കിരയാക്കുകയും ഡ്രൈവറെ മർദ്ദിച്ചവശനാക്കുകയും ചെയ്തു. ഇന്നലെ രാത്രി ബലഗാവിയിലെ ഐനപൂരിലാണ് അക്രമം നടന്നത്. റായ് ബാഗിൽ നിന്ന് ഹൈദരാബാദിലേക്ക് 7 ക്വിന്റൽ ബീഫുമായി പോയിരുന്ന ലോറിയാണ് ഒരു സംഘം കത്തിച്ചത്. 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. 5 പേർ കസ്റ്റഡിയിലുണ്ട്. അനധികൃതമായി പോത്തിറച്ചി കടത്തിയതിന് ഗോവധ നിരോധന നിയമപ്രകാരം ലോറി ഉടമ, ഡ്രൈവർ എന്നിവർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൈകാലുകൾ ചങ്ങലയിൽ ബന്ധിച്ച് ജീർണിച്ച അജ്ഞാത ജഡം കണ്ടെത്തി. കൊല്ലത്ത് റബ്ബർ തോട്ടത്തിനുള്ളിൽ കൈകാലുകൾ ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ അജ്ഞാത മൃതദേഹം ജീർണിച്ച നിലയിൽ കണ്ടെത്തി. പുനലൂർ മുക്കടവിലാണ് മൃതദേഹം കണ്ടത്. പുനലൂർ പത്തനാപുരം റോഡിൽ മുക്കടവ് ജംഗ്ഷന്റെ വശത്തായുള്ള തോട്ടത്തിന്റെ മുകൾ ഭാഗത്തായാണ് മൃതദേഹം കണ്ടത്. ഇവിടെ കുറെ കാലങ്ങളായി കാട് പിടിച്ചു കിടക്കുകയാണ്. ഇന്നലെ ഉച്ചയോടെ കാന്താരി ശേഖരിക്കാൻ വന്ന പ്രദേശവാസിയാണ് മൃതദേഹം ആദ്യം കാണുന്നത്. മൃതദേഹത്തിന് ഒരാഴ്ചയിലധികം പഴക്കം കണക്കാക്കുന്നതായി പോലീസ് അറിയിച്ചു. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചോ. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ. പോവാം.
ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്ക മാല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, പാലക്കാട്. കഞ്ചാവും ലഹരിമരുന്നുമായി ആംബുലൻസ് ഡ്രൈവർ പിടിയിൽ. കഞ്ചാവും ലഹരിമരുന്നും കടത്തുന്ന ആംബുലൻസ് ഡ്രൈവറായ യുവാവ് പിടിയിൽ. തിരുവനന്തപുരം വട്ടപ്പാറ സ്വദേശി 22-കാരനായ സന്ദീപിനെയാണ് എക്സൈസ് പിടികൂടിയത്. പ്രാവച്ചമ്പലത്ത് നടത്തിയ പരിശോധനയിൽ 2.52 ഗ്രാം MDMA-യും 22 ഗ്രാം കഞ്ചാവും ഇയാളുടെ കൈവശത്ത് നിന്ന് പിടികൂടി. ബംഗളൂരുവിലെ മൊത്തവിതരണക്കാരിൽ നിന്നും ആവശ്യക്കാർക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നയാളാണ് സന്ദീപ് എന്നാണ് വിവരം. ഇയാൾക്കെതിരെ ഒരു കൊലപാതക കേസും നിലവിലുണ്ട്. നവരാത്രി നൃത്ത സംഗീതോത്സവത്തിന് തുടക്കമായി. പാലക്കാട് ജില്ലയിലെ കുഴൽമന്നം കളപ്പെട്ടി ശ്രീ മൂകാംബിക ക്ഷേത്രത്തിലെ നവരാത്രി നൃത്ത സംഗീതോത്സവം പ്രശസ്ത മൃദംഗ വിദ്വാൻ കുഴൽമന്നം G. രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നവരാത്രി ആഘോഷ സമിതി ചെയർമാൻ MP പ്രസാദ് അധ്യക്ഷനായിരുന്നു. കുഴൽമന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനി നാരായണൻ, വാർഡ് അംഗം സുരേഷ്, എക്സിക്യൂട്ടീവ് ഓഫീസർ E. നാരായണൻകുട്ടി, സുധാകരൻ നെടിയേടത്ത് എന്നിവർ സംസാരിച്ചു. നാരായണൻ സ്വാഗതവും സുരേഷ് നന്ദിയും പറഞ്ഞു. തുടർന്ന് കുഴൽമന്നം രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ മൃദുതരംഗ് ഫ്യൂഷൻ അരങ്ങേറി. TR പരമേശ്വരൻ ഘടം, ജയപ്രകാശ് കോട്ടായി പുല്ലാങ്കുഴൽ, അനശ്വർ റാം കീബോർഡ് എന്നിവർ ഫ്യൂഷന് അകമ്പടിയേകി. വയോധികനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി 31 വർഷത്തിന് ശേഷം പിടിയിൽ. 31 വർഷം മുമ്പ് നടന്ന കൊലക്കേസിലെ പ്രതി പിടിയിലായി. ആലപ്പുഴ ചെങ്ങന്നൂർ ചെറിയനാട് സ്വദേശിയായ 57-കാരൻ ജയപ്രകാശാണ് പിടിയിലായത്. 1994 നവംബറിൽ വയോധികനായ കുട്ടപ്പ പണിക്കരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ജയപ്രകാശ്. കല്ലുകൊണ്ടും കൈകൊണ്ടും ഇടിച്ചും തൊഴിച്ചും ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതി നാടുവിടുകയായിരുന്നു. ചികിത്സയിലായിരുന്ന കുട്ടപ്പ പണിക്കർ പിന്നീട് മരിച്ചു. സൗദിയിലേക്ക് കടന്ന് രക്ഷപ്പെട്ട ജയപ്രകാശിനെ 1999-ൽ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു. പോലീസ് അറിയാതെ ഇതിനിടെ നാട്ടിലെത്തിയ ഇയാൾ ചെന്നിത്തലയിൽ നിന്ന് വിവാഹം കഴിച്ചിരുന്നു. ഇത്തവണ ഇയാൾ അവധിക്ക് നാട്ടിലെത്തിയപ്പോഴാണ് പോലീസിന്റെ പിടിയിലായത്. സ്കൂൾ കായികമേളയ്ക്ക് തുടക്കമായി. പാലക്കാട് അമ്പലപ്പാറ വേങ്ങശ്ശേരി NSS ഹൈസ്കൂളിൽ സ്കൂൾ കായികമേളയ്ക്ക് തുടക്കമായി. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം D. സുരേഷ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. PTA എക്സിക്യൂട്ടീവ് അംഗം M. രാജി അധ്യക്ഷയായിരുന്നു. ഒറ്റപ്പാലം BRC-യിലെ കായിക അധ്യാപകനായ M. രാധാകൃഷ്ണൻ, സീനിയർ അസിസ്റ്റന്റ് K. അജിത് തമ്പാൻ എന്നിവർ സംസാരിച്ചു. പ്രധാന അധ്യാപകൻ M. ശശികുമാർ സ്വാഗതവും സ്കൂൾ ലീഡർ K. ജിഷ്ണ നന്ദിയും പറഞ്ഞു. കുട്ടികളുടെ മാർച്ച് പാസ്റ്റും നടത്തി. വിസയും വിദേശത്ത് തൊഴിൽ തട്ടിപ്പ് കേസിലെ പ്രതി പിടിയിൽ. തൊഴിൽ വിസ തട്ടിപ്പ് കേസിലെ പ്രതി അറസ്റ്റിലായി. പുതുവൈപ്പിൻ സ്വദേശിയായ ആന്റണി സിജിനെ ഇടുക്കി വാഗമണ്ണിൽ നിന്നാണ് പിടികൂടിയത്. വിദേശത്ത് തൊഴിൽ വാഗ്ദാനം ചെയ്ത് കൊച്ചി മട്ടാഞ്ചേരി മുണ്ടവേരി സ്വദേശിയിൽ നിന്ന് 52,810 രൂപ തട്ടിയ കേസിലാണ് 31-കാരനായ ഇയാൾ അറസ്റ്റിലായത്. ഈ വർഷം ഏപ്രിൽ 30 മുതൽ UK-യിൽ ഡ്രൈവർ ജോലി വാഗ്ദാനം ചെയ്ത പല സമയത്തെയാണ് സിജോ പണം കൈപ്പറ്റിയിരുന്നത്. പക്ഷേ തൊഴിലോ വിസയോ ലഭിച്ചില്ല. ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. പോലീസിനെ സമീപിച്ച ഇതോടെ പരാതിക്കാരൻ പരാതി നൽകുകയായിരുന്നു. പ്രതിയുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയ പോലീസ് വാഗമണ്ണിൽ സുഹൃത്തുക്കൾക്കൊപ്പം ഒളിവിൽ കഴിയുന്നതായി മനസ്സിലാക്കി സിജോയെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നവംബർ ഡിസംബർ മാസങ്ങളിൽ. തിരുവനന്തപുരത്തെ കൗൺസിലറുടെ മരണം. നേതൃത്വത്തിനെതിരെ BJP-ക്കുള്ളിലെ രൂക്ഷ വിമർശനങ്ങൾ പരസ്യമാകുന്നു. പലസ്തീൻ ഐക്യദാർഢ്യവുമായി ത്രിദിന മാധ്യമോത്സവം. ബിന്ദു പത്മനാഭൻ കൊലക്കേസ്. സെബാസ്റ്റ്യന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.